നമസ്കാരം, വെൽക്കം ടു നിഷിദാസ് കുസീൻ. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി അച്ചാറാണ്, ചെത്തുമാങ്ങ അച്ചാർ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം. അതിന് ഞാനിവിടെ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്. ഇത്ര വലുപ്പത്തിലുള്ള ഒരു മാങ്ങ എടുത്തിട്ടുള്ളത്. ഇത് ആദ്യം മുറിക്കണം. ഇത് മുറിക്കുന്നതിലാണ് ഇതിന്റെ പ്രത്യേകത. ചെത്തുമാങ്ങ അച്ചാർ എന്ന് പറയുന്നത് ഈ മാങ്ങ മുറിക്കുന്ന സ്റ്റൈലിലാണ്. ഇത് മുറിക്കാൻ വേണ്ടി ആദ്യം ഇതിന്റെ ഒരു സൈഡിൽ നിന്ന് ചെത്തി കൊടുക്കുക. പിന്നെ അതിന്റെ ഓരോ സൈഡിൽ നിന്ന് മാറി മാറി ചെത്താം. ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് പോവാം. പ്രത്യേകിച്ച് ഷേപ്പില്ല, ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് പോരും. മാങ്ങയെല്ലാം ചെത്തി എടുത്തിട്ടുണ്ട്. ഇതാ ഈ ഷേപ്പിനുള്ളത്. ഞാൻ ഏകദേശം വേണ്ടത് ഇങ്ങനെ കട്ട് ചെയ്യാ. ഈ മാങ്ങ നല്ലോണം കഴുകി വെള്ളം തോർത്തിയെടുത്താണ്. ഇതിൽ വെള്ളത്തിന്റെ അംശം ഒട്ടും ഉണ്ടാവാൻ പാടില്ല. ഇത് മുറിച്ചിടുന്ന പാത്രത്തിനും വെള്ളത്തിന്റെ അംശം ഒട്ടും ഉണ്ടാവാൻ പാടില്ല. ഇതിനി ഉപ്പ് മിക്സ് ചെയ്യാൻ വേണ്ടി ഒരു ബൗളിലേക്ക് ഇടാം. ഇതിലേക്ക് കുറച്ചധികം കല്ലുപ്പ് ചേർക്കാം. കല്ലുപ്പ് ഉണ്ടെങ്കിൽ കല്ലുപ്പ് തന്നെ എടുക്കാം. ഇതിനി നല്ലോണം കുലുക്കി മിക്സ് ചെയ്യാം. അതിനുശേഷം അടച്ച് ഒരു ദിവസം മാറ്റി വെക്കാം. ഇപ്പൊ മാങ്ങ ഉപ്പിലിട്ട് വെച്ചിട്ട് 2 ദിവസം കഴിഞ്ഞു. ശരിക്കും ഒരു ദിവസം വെക്കേണ്ട ആവശ്യമില്ലു. 2-3 ദിവസം കഴിഞ്ഞാലും കുഴപ്പമില്ല. ഇതിപ്പം ഞാൻ ചെറിയ അളവിന് മാങ്ങ ഉപ്പിലിട്ടത് കൊണ്ട് ഉപ്പും മാങ്ങയെല്ലാം ഒരുമിച്ചിട്ടത്. കുറെ അധികം മാങ്ങ ഉണ്ടെങ്കിൽ ഉപ്പും മാങ്ങയും ലെയർ ആയിട്ട് ഇടാം. അതുപോലെ ഇതേപോലെ ചെറിയ അളവിനെ ഇല്ലെങ്കിൽ കുറച്ച് ഉപ്പൊന്ന് അലിയുന്നവരെ ഇടക്കിടക്ക് ഒന്ന് കുലുക്കി കൊടുക്കണം. ഈ ഉപ്പിലിടുന്നത് ഞാനിപ്പം ഗ്ലാസ് ബൗളിൽ ഇട്ടതിന് പകരം നല്ല ക്വാളിറ്റിയിലെ സ്റ്റീൽ പാത്രത്തിലോ അല്ലെങ്കിൽ സെറാമിക് ബൗളിലോ ഒക്കെ ഇടാം. അല്ലെങ്കിൽ കുപ്പി ഭരണിയിലോ ഒക്കെ ഇട്ട് വെക്കാം. ഇതിപ്പം ഉപ്പെല്ലാം അരിഞ്ഞ് ഇതിന്റെ വെള്ളമായിട്ടുണ്ട്. ഇതാ ഇത്ര പോലെ വെള്ളമുണ്ട്. ഇതിപ്പോ ചെറിയ അളവിൽ മാങ്ങയും ഉപ്പായതുകൊണ്ട് ഇത്ര പോലെ വെള്ളമുണ്ട്. ഈ വെള്ളം മാത്രം മതി അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിട്ട്. ഇനി ഇതിലേക്ക് അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടുന്ന പൊടികളെല്ലാം ചേർക്കാം. ആദ്യം 2 ടേബിൾ സ്പൂൺ പിരിയൽ മുളക് പൊടി ചേർക്കാം. 1/2 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർക്കാം. ഈ എരിവുള്ള മുളക് പൊടി നിങ്ങൾക്ക് എത്ര എരിവ് വേണ്ട നോക്കിയിട്ട് ആവശ്യത്തിന് ചേർക്കാം. 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ കടുക് ചതച്ച ചേർക്കാം. ഇത് ഞാൻ കുറച്ച് കടുക് മിക്സിയിലിട്ട് ഒരു 3-4 സെക്കൻഡ് അടിച്ചെടുത്താണ്. അധികം നൈസായിട്ട് പൊടിയാൻ പാടില്ല, ഒരു തരിതരിപ്പായിട്ട് ഉണ്ടാവണം. കടുക് പരിപ്പുണ്ടെങ്കിൽ അത് ചേർത്താലും മതി. ഫ്രഷ് ആയിട്ട് പൊടിച്ച് ചേർക്കുന്നതായിരിക്കും ടേസ്റ്റ് കൂടുതൽ. 1/4 ടീസ്പൂണിനേക്കാളും കുറച്ച് ഉലുവ വറുത്ത് പൊടിച്ച് ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി ഇളക്കി മിക്സ് ചെയ്യാം. ഇതിപ്പം എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കുറെ അധികം മാങ്ങ ഉണ്ടെങ്കിൽ ഈ മാങ്ങയും ഉപ്പിലിട്ട വെള്ളവും ആദ്യം വേറെ ആക്കിയിട്ട് ഉപ്പിലിട്ട വെള്ളത്തിലേക്ക് ഈ പൊടികളെല്ലാം മിക്സ് ചെയ്ത ശേഷം മാങ്ങ കഷ്ണം ചേർത്ത് മിക്സ് ചെയ്യാം. ഇതിൽ ഞാനിപ്പം ഉപ്പിലിട്ട വെള്ളം മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ, വേറെ വെള്ളം ഉപയോഗിച്ചിട്ടില്ല. പറ്റുന്ന അത്രയും ഉപ്പിലിട്ട വെള്ളം ചേർത്ത് മാത്രം ഉണ്ടാക്കാം. എന്നാലേ ശരിക്കും അതിന്റെ ടേസ്റ്റ് കിട്ടൂലൂ. ചാറധികം വേണമെങ്കിൽ മാത്രം വളരെ കുറച്ച് തിളപ്പിച്ചാറ്റിയ വെള്ളം ചേർക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് നല്ലെണ്ണ ചൂടാക്കി ചേർക്കണം. ഇത് 1 ടീസ്പൂൺ നല്ലെണ്ണ ഒരു പാനിൽ നല്ലോണം ചൂടാക്കിയ ശേഷം ചൂടാറിയതാണ് ഇതിലേക്ക് ചേർക്കാം. ഇത് നല്ലെണ്ണ ഒഴിവാക്കിയിട്ടും ചെയ്യാൻ വേണമെങ്കിൽ. ഇത് വീണ്ടും ഇളക്കി മിക്സ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെത്തുമാങ്ങ അച്ചാർ റെഡിയാണ്. ഉപ്പ് വേണമെങ്കിൽ നോക്കിയിട്ട് ഇപ്പം കുറച്ച് പൊടിയുപ്പ് ചേർക്കാം. ഞാനിപ്പം ഇത് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പിലിട്ടതിന്റെ ഉപ്പ് തന്നെ ഉണ്ട്. ഇതിനി വെള്ളത്തിന്റെ അംശമില്ലാത്ത ഒരു കുപ്പിയിലാക്കി എയർ ടൈറ്റ് ആയിട്ട് അടച്ചു വെച്ച് ചുരുങ്ങിയത് ഒരാഴ്ച കഴിഞ്ഞ് എടുക്കാം. 2-3 ആഴ്ച കഴിഞ്ഞെടുത്താൽ അധികം ടേസ്റ്റ് ആയിരിക്കും. അച്ചാർ ഞാൻ വേറെ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആണ്. ഉണ്ടാക്കി നോക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്